ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതായ രേഖകളില്ല എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ഹൈക്കോടതിയിൽ. അങ്ങനെയെങ്കിൽ കേസും ഇല്ലല്ലോ എന്ന് കോടതി. എന്നാൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് സർക്കാർ കോടതിയിൽ സമ്മതിച്ചു. വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വാസുവിന്റേത് വിചിത്രവാദം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. എന്താണ് ഈ വിചിത്രവാദത്തിന് പിന്നിൽ? വിജയമല്യ പൂശിയ സ്വർണം പിന്നെ എവിടെ പോയി? അപ്പോൾ പോട്ടി ശബരിമലയിൽ നിന്നും കട്ടത് സ്വർണമാണോ മറ്റെന്തെങ്കിലും ആണോ? രേഷ്മ. അതെ അശ്വതി, വിചിത്രമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിക്ക് മുന്നിൽ എൻ വാസു ഉന്നയിച്ചത്. ഈ താൻ സർവീസിലിരുന്ന സമയത്തല്ല ഇത്തരത്തിൽ കട്ടിളപ്പാളിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത്. അത് മാത്രമല്ല, ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതായിട്ട് രേഖകളില്ല എന്നുള്ളതായിരുന്നു ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദമായിട്ട് എൻ വാസു ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അപ്പോൾ കോടതിയുടെ ഒരു മറുപടി കൂടി വന്നു. അങ്ങനെയെങ്കിൽ ഈ കേസും ഇല്ലല്ലോ, ഈ കേസ് നിലനിൽക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു മറു ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, പോറ്റിക്കെതിരെയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, ഈ അധികം വന്ന സ്വർണം അത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പരാമർശം. ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാത്തിനും മുകളിലല്ലല്ലോ എന്നുള്ളതായിരുന്നു മറ്റൊരു പരാമർശമായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തായാലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള ഒരു മറുവാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ജാമ്യാപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം തന്നെ തുടരണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം കേൾക്കും. അത് കൊല്ലത്തെ വിജിലൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്ക് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിച്ചത്. ഈ സ്വർണ്ണ കവർച്ചാ കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു. ആ സമയത്ത്, അതായത് ഈ സ്വർണ്ണപ്പാളി സ്വർണ്ണ കട്ടിളപ്പാളി അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളതാണ്. രേഷ്മ, മറ്റൊരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഇതേ വാസു തന്നെയാണ്, അതായത് സ്വർണം പൂശിയത്, ബാക്കി വന്ന സ്വർണം താൻ ഒരു നിർധനയായ യുവതിയുടെ വിവാഹത്തിന് നൽകിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ സന്ദേശം അയച്ചിരുന്നു. അതൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. അപ്പോൾ ഇതേ വാസു തന്നെയാണ് പറഞ്ഞത് സ്വർണം നൽകിക്കോളൂ എന്ന് സമ്മതം മൂല്യത് ഇതേ വാസു തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സ്വർണ്ണമല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്? അതായത്, പത്മകുമാറിന് ശേഷം ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് എൻ വാസു ആയിരുന്നു. അന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അധികം വന്ന സ്വർണം ഒരു നിർധനയായിട്ടുള്ള യുവതിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം തേടി ഇമെയിൽ അയച്ചത്. പക്ഷേ അത് ആ ഇമെയിലിന് തുടർ നടപടി എൻ വാസുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ദേവസ്വം സെക്രട്ടറിയോടക്കം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ആയിട്ടായിരുന്നു വാസു ഒരു നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയൊക്കെ തന്നെ ദേവസ്വം സെക്രട്ടറി എടുക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ തന്റെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് എൻ വാസു പറഞ്ഞത് ഈ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയം വിശദമായിട്ട് തന്നെ പരിഗണിക്കാനായിട്ട് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അശ്വതി. തീർച്ചയായും രേഷ്മ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SITയുടെ അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്.